മാസപ്പടി കേസിൽ സുപ്രധാന നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി മുന്നോട്ട് പോകുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ദൃശ്യമാകുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇ ഡി സമൻസ് അയച്ചതാണ് ഈ കേസിലെ ഏറ്റവും പുതിയതും നിർണായകവുമായ വഴിത്തിരിവ്. വരുന്ന വെള്ളിയാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 12-ാം തീയതി കൃത്യമായി ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേസിൽ ഇതാദ്യമായാണ് ടി വീണയെ നേരിട്ട് ചോദ്യം ചെയ്യാനായി കേന്ദ്ര ഏജൻസി വിളിപ്പിച്ചിരിക്കുന്നത്. വീണയ്ക്ക് പുറമെ കരിമണൽ കമ്പനിയായ CMRL 8 ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതേ ദിവസം ഹാജരാക്കാൻ സമൻസ് നൽകിയിട്ടുമുണ്ട്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്ത ഉൾപ്പെടെയുള്ളവർക്കാണ് സമൻസ് ലഭിച്ചിരിക്കുന്നത്. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നതിൻ്റെയും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഴുതടച്ച നീക്കങ്ങൾ നടത്തുന്നതിൻ്റെയും ഭാഗമായാണ് ഈ നടപടിയെന്ന് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇ ഡി ഡയറക്ടർ രാഹുൽ നവീൻ്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ വീണയ്ക്കെതിരെയും മറ്റു പ്രതികൾക്കെതിരെയും ഇതുവരെ ശേഖരിച്ച വിവരങ്ങളും തെളിവുകളും വിശദമായി വിലയിരുത്തുകയും തുടർന്നുള്ള നടപടികൾ ഒട്ടും വൈകാതെ വേഗത്തിലാക്കാൻ ഡയറക്ടർ കർശന നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ അനുകൂലമായി പച്ചക്കൊടി ലഭിച്ച സാഹചര്യത്തിലാണ് ഇ ഡി തങ്ങളുടെ നടപടികൾക്ക് വേഗത കൂട്ടിയിരിക്കുന്നത്. CMRL കമ്പനി നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് ഇ ഡിക്ക് വലിയ രീതിയിൽ കരുത്ത് പകരുന്നത് കൂടിയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അതായത് PMLA അന്വേഷണങ്ങൾ നടത്തുന്നതിനോ താൽക്കാലികമായി സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനോ ഇ ഡിക്ക് മറ്റ് അന്വേഷണ ഏജൻസികളുടെ FIR പ്രത്യേക പരാതിയോ ആവശ്യമില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. സുപ്രീം കോടതിയെ സമീപിക്കാൻ സാവകാശം വേണമെന്ന കമ്പനിയുടെ ആവശ്യവും കോടതി നിരാകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ കേസിന്റെ ഭാഗമായി അടുത്തിടെ നടത്തിയ വ്യാപക റെയ്ഡുകളെ തുടർന്ന് മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ പൂർണ്ണമായി കണ്ടുകെട്ടാനുള്ള നിയമ നടപടിയിലേക്ക് ഇ ഡി കടന്നിരിക്കുകയാണ്. ഇപ്രകാരം മരവിപ്പിക്കപ്പെട്ട പ്രധാന അക്കൗണ്ടുകളിൽ ഒന്ന് ടി വീണയുടേത് കൂടിയാണ്. HDFC ബാങ്കിലുള്ള ഈ അക്കൗണ്ടിലെ പണം ഉൾപ്പെടെ കണ്ടുകെട്ടുന്നതിനായി വരും ദിവസങ്ങളിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇ ഡി ഒരുങ്ങുക കൂടിയാണ്. ഇതിനു പുറമെ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി വീണയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കാനും റെയ്ഡിലൂടെ പിടിച്ചെടുത്ത ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും സാമ്പത്തിക രേഖകളും വിദഗ്ധമായി വിശകലനം ചെയ്യാനും ഉദ്യോഗസ്ഥർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. CMRL സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പൂർണ്ണമായ തെളിവുകളോടെയുള്ള പ്രതിരോധമാണ് ഇ ഡി തീർക്കുന്നത്. ടി വീണയുടെ ഉടമസ്ഥയിലുള്ള ബംഗളൂരു ആസ്ഥാനമായുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻ CMRL കമ്പനി യാതൊരുവിധ സേവനങ്ങളും ലഭ്യമാക്കാതെ കോടിക്കണക്കിന് രൂപ പ്രതിഫലമായി നൽകി എന്നുള്ളതാണ് ഈ കേസിന്റെ കാതൽ എന്ന് പറയുന്നത്. ഇതിലൂടെ സേവനം നൽകാതെ വീണ വിജയൻ 2,70,00,000 രൂപ കൈപ്പറ്റിയെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലും. ഇതേ തുകയുമായി ബന്ധപ്പെട്ട CMRL കമ്പനി ആകെ 182 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളും തട്ടിപ്പുകളും നടത്തിയതുമായി മുമ്പ് തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിനും CMRLനും വൻ തിരിച്ചടി നൽകിക്കൊണ്ട് കൊച്ചിയിലെ കമ്പനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ നിന്നും നിർണായകമായ ഒരു വിധിയും പുറത്തു വന്നിട്ടുണ്ട്. സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO തങ്ങളുടെ കുറ്റപത്രത്തിന്റെ ഭാഗമായി ശേഖരിച്ച എല്ലാ പ്രധാന രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിട്ടു നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. രേഖകൾ കൈമാറുന്നതിനെ CMRL കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നുവെങ്കിലും അതിന് ഫലമൊന്നും ഉണ്ടായില്ല. ഇതോടെ 54 വാല്യങ്ങളിലായി സൂക്ഷിച്ചിരുന്ന 134 നിർണായക രേഖകളാണ് ഇ ഡിയുടെ കൈകളിലേക്ക് എത്തുന്നത്. എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, വീണയുടെ IT റിട്ടേൺസ് എന്നിവയെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുമുണ്ട്. വീണയെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി ഈ രേഖകളും വിവരങ്ങളും ഇ ഡി വിശദമായി പരിശോധിച്ച് വരിക കൂടിയാണ്. കേസിൽ വീണയ്ക്ക് പുറമെ എക്സാലോജിക് സൊല്യൂഷൻ, ശശിധരൻ കർത്ത, അതുപോലെ തന്നെ CMRL, അതിൻ്റെ സഹോദര സ്ഥാപനങ്ങൾ എന്നിവരാണ് മറ്റ് പ്രധാന പ്രതികളെന്ന് പറയുന്നത്. ഈ മാസപ്പടി കേസിൽ ടി വീണയെ ചോദ്യം ചെയ്യാൻ ഇ ഡി വീണ്ടും നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പ്രതിപക്ഷമായ CPMന്റെ നിലപാടിലെ മാറ്റങ്ങളാണ്. മുമ്പ് ഈ കേസിൽ ഇ ഡി റെയ്ഡ് നടന്നപ്പോൾ പിണറായി വിജയനെ രാഷ്ട്രീയമായി വേട്ടയാടുന്ന തരത്തിൽ വൻ പ്രതിരോധം തീർക്കാനും പാർട്ടി അണികളെ തെരുവിലിറക്കാനും CPM നേതൃത്വം ശ്രമിച്ചിരുന്നു. അന്ന് നമ്മൾ കണ്ടതാണ് SFIയുടെയും അതുപോലെ DYFIയുടെ CPMൻ്റെയൊക്കെ പ്രവർത്തകർ റോഡിൽ അഴിഞ്ഞാടുന്ന കാഴ്ച. ഇ ഡി വാഹനങ്ങൾ തച്ചു തകർക്കുകയും ഇവർക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുകയും എന്തിനേറെ മുട്ടവരെ എറിയുന്ന സാഹചര്യമുണ്ടായി. വണ്ടികൾ തല്ലി തകർത്തപ്പോൾ അതിലുണ്ടായ ഡ്രൈവർക്കടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യവുമുണ്ടായി. റോഡിൽ അവർ നടത്തിയ വിരോധാഭാസം അല്ലെങ്കിൽ അവർ നടത്തിയ അഴിഞ്ഞാട്ടം അത് വലിയ വിവാദമാവുകയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അതിനെ ന്യായീകരിച്ച CPM ഒടുവിൽ പെട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. അതായത് അവിടെ എല്ലാവരും CPMന്റെ നേതാക്കളടക്കമുള്ളവർ പറഞ്ഞത്, അതായത് കേന്ദ്ര നേതാക്കളടക്കം സംസ്ഥാന നേതാക്കളടക്കം എല്ലാവരും പറഞ്ഞത് പിണറായി വിജയനെ വേട്ടയാടുന്നു, പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒടുവിൽ
വലിയ തരത്തിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഏതാണ്ട് 27ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒടുവിൽ ഈ അറസ്റ്റ് ഒന്നുമല്ലാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതായത് ഈ അറസ്റ്റ് പിന്നീട് സംഭവിക്കുന്നത് വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട CPM-ന്റെ DYFയുടെയും SFയുടെയും പ്രവർത്തകരെല്ലാം അറസ്റ്റിലായി. ഇവരെ തുടർന്ന് ഈ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ അന്ന് പ്രതിഷേധിക്കാനുണ്ടായിരുന്ന ഒരാളെ പോലും അവിടെ കാണാൻ സാഹചര്യത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അവിടെ അന്ന് ഈ പറഞ്ഞ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാവുകയും അക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്ത കൂടെ നിന്ന പ്രവർത്തകരോ നേതാക്കളോ ഒന്നും തെളിവെടുപ്പ് സമയത്ത് ഒറ്റ കുഞ്ഞു പോലും അവിടെ ഇല്ലാതിരുന്നു എന്നുള്ളതും ആലോചിക്കേണ്ട കാര്യം കൂടിയാണ്. ഇപ്പോഴിതാ ഏതാണ്ട് 27-28ഓളം പേര് ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവരുടെ ജീവിതം ഇനി എന്താകുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഏതാണ്ട് 10 വർഷത്തോളം തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ED നീക്കങ്ങൾക്കെതിരെ സമരം ചെയ്ത SFയുടെ പ്രവർത്തകർ, അതുപോലെ തന്നെ DYFയുടെ പ്രവർത്തകർ, CPM-ന്റെ പ്രവർത്തകരെല്ലാം ഇപ്പോൾ ജയിലിൽ പോകുന്ന സാഹചര്യത്തിലാണ്. ഇവരെല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുകയുമാണ്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ TVയെ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് പാർട്ടി ഔദ്യോഗികമായി നീങ്ങുന്നത്. നാം ഒന്ന് ആലോചിക്കണം. ആദ്യം ഇവർ പറഞ്ഞത് പിണറായി വിജയനെ ED വേട്ടയാടുന്നു, അതിന് രാഹുൽ ഗാന്ധി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ ED റെയ്ഡ് കഴിഞ്ഞ് പുറത്തു വന്ന ഉടനെ പറഞ്ഞത് നമുക്കറിയുന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ സന്തോഷമായി കാണും എന്നുള്ളതാണ്. നാം ഒന്ന് ആലോചിക്കണം. ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസികളെല്ലാം BJP സർക്കാരിൻ്റെ കീഴിലാണ്. അങ്ങനെ BJP സർക്കാർ എന്ന് പറയുമ്പോൾ അവിടെ നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായുമാണ്. അവർക്ക് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് വീണ വിജയൻ താമസിക്കുന്നത് പിണറായി വിജയൻ്റെ വീട്ടിലാണെന്ന് കൂടി ഓർക്കണം. അങ്ങനെ റെയ്ഡ് നടത്തുമ്പോൾ ഏതാണ്ട് 12ഓളം ഇടങ്ങളിൽ റെയ്ഡ് നടത്തുമ്പോൾ തിരുവനന്തപുരത്ത് മാത്രം വന്ന പിണറായി വിജയനെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു അഭ്യൂഹം പ്രചരിപ്പിക്കുകയും ആ പ്രചരണം നേതാക്കളും അണികളുമെല്ലാം ഏറ്റെടുക്കുകയും അത് വലിയ അക്രമത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ റെയ്ഡ് കഴിഞ്ഞ ശേഷം പിണറായി വിജയൻ പുറത്ത് വന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി കാണുന്നതാണ്. തുടർന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ പിണറായി വിജയൻ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, എന്നോട് ED ഒന്നും ചോദിച്ചിട്ടില്ല, എന്നോട് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല, അവർ വന്നു അവരുടെ അന്വേഷണം നടത്തി പോയി എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് ജയിലിലായ പ്രവർത്തകർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നു വന്ന ചോദ്യം. കാരണം അവരവിടെ പ്രചരിപ്പിച്ചത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. ഒടുവിൽ അതേ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് എന്നോട് ആരുമൊന്നും ചോദിച്ചില്ല, ഞാൻ അതിലൊന്നും പങ്കാളിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആരാണ് ഇരട്ടത്താപ്പ് നടത്തിയതെന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം, അന്ന് പിണറായി വിജയനെ വേട്ടയാടുന്ന നിലപാടെടുത്ത CPM ഇന്ന് ആ നിലപാടിൽ നിന്നെല്ലാം പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് വീണയുടെ വ്യക്തിപരമായ ബിസിനസ് കാര്യങ്ങൾ അവർ തന്നെ നിയമപരമായി നേരിട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് പോലും ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് CPM-ന്റെ നേതാക്കളിൽ നിന്ന് പോലും ഇപ്പോൾ പുറത്തു വരുന്നത്. CPM-ന്റെ രാജ്യസഭാ MP ആയ ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഇത് വ്യക്തമായ തെളിവുകളാണെന്നാണ്. അതായത് വീണയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് CPM അവരുടെ നിലപാടിൽ നിന്നും കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ജോൺ ബ്രിട്ടാസിൻ്റെ ഈ പ്രതികരണം എന്ന് പറയുന്നത്. SFIയോടടക്കം ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും വീണ മുമ്പ് തന്നെ ധരിച്ചിട്ടുള്ളതാണ്, അതായത് വീണ മുമ്പ് തന്നെ നൽകിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ ബ്രിട്ടാസ് CMRL കമ്പനി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻ മന്ത്രിസഭയിലെ 2 പ്രമുഖർ പണം കൈപ്പറ്റി സമ്മതിച്ച കാര്യവും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വീണ വാങ്ങിയെന്ന് പറയുന്ന തുക എത്രയോ ചെറുതാണെന്നും ആ പണം രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. CPM-ന്റെ മുൻ നേതാവായ NA കൃഷ്ണദാസും സമാനമായ പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. ED നൽകിയ സമൻസ് നിയമപരമായി നേരിടാനുള്ള പൂർണ്ണമായ പ്രാപ്തിയും ശേഷിയും സമൻസ് ലഭിച്ച വ്യക്തിക്കുണ്ടെന്നും അതിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി പ്രത്യേകം അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള EDയുടെ അനാവശ്യ നീക്കങ്ങളെ അംഗീകരിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴും വീണയ്ക്കായി പാർട്ടി നേരിട്ട് ഇടപെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. മുൻ മന്ത്രിയും CPM നേതാവുമായ KK ശൈലജയും ഇതേ നിലപാട് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ED സമൻസിനെ നിയമപരമായി നേരിടേണ്ടത് വീണയുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണെന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളും, അതായത് പ്രതിപക്ഷ പാർട്ടിയായ CPM-നെതിരെയുള്ള അവരുടെ നേതാക്കൾക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുടെ ബിസിനസ് സംബന്ധമായ നടപടികളും 2 തരത്തിലാണ് കാണേണ്ടെന്ന പൊതുവികാരമാണ് ഇപ്പോൾ CPM-നുള്ളിൽ പോലും ശക്തമായിരിക്കുന്നത്. നേരത്തെ റെയ്ഡിന്റെ ഭാഗമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് വീണ നൽകിയ മറുപടികളിൽ വ്യക്തതയില്ല എന്ന നിലപാടാണ് EDക്കുണ്ടായിരുന്നത്. മുമ്പ് പിണറായി വിജയൻ, അതുപോലെ തന്നെ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും വരെ ED റെയ്ഡുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും പുതിയ നോട്ടീസോടെ കാര്യങ്ങൾ പൂർണ്ണമായും വീണയുടെ വ്യക്തിപരമായ നിയമ പോരാട്ടമായി മാറിയിരിക്കുക കൂടിയാണ്. അതേസമയം തന്നെ മാസപ്പടി കേസിൽ ED നടത്തുന്ന പുതിയ നീക്കങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട്
ഭരണപക്ഷമായ UDF-ലെ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കേസിൽ ഇനിയും ഒട്ടേറെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്ന ഭരണപക്ഷത്തെ മാത്യു കുളനാടൻ MLA അഭിപ്രായപ്പെടുകയും ചെയ്തു. കേസിലൊരു CBI അന്വേഷണം കൂടി വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരിട്ട് പ്രതിപട്ടികയിലേക്ക് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെയാണ് വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയെന്നത് പകൽ പോലെ വ്യക്തമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത് എന്നതിനാൽ തന്നെ ഇതിൻ്റെ ഗൗരവം വലുതുമാണ്. CMRL യഥാർത്ഥ സേവനം ലഭിച്ചത് വീണയിൽ നിന്നല്ല, മറിച്ച് PV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പിണറായി വിജയനിൽ നിന്നാണെന്നും തോട്ടപ്പള്ളിയിൽ നിന്നും മറ്റും കരിമണൽ ഖനനം ചെയ്യുന്നതിനു വേണ്ടി മുൻ ഭരണകൂടം വലിയ രീതിയിൽ അവസരമൊരുക്കിയത് ഇതിന് പകരമായിട്ടാണെന്നും അദ്ദേഹം ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേസമയം വീണയെ നേരിട്ട് ചോദ്യം ചെയ്തതിലൂടെ കേസിലെ പല രഹസ്യങ്ങളും പുറത്തു വരുമെന്നാണ് BJP നേതാവ് ഷോൺ ജോർജും പ്രതികരിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ പക്കലുണ്ടായിരുന്ന പരമാവധി രേഖകൾ ഇതിനകം തന്നെ EDക്ക് കൈമാറിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ വീണയെ നേരിട്ട് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങളും നിയമപരമായ പോരാട്ടങ്ങളും ഒരുപോലെ തിളച്ചു മറിയുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൊച്ചിയിലെ ED ഓഫീസിൽ നടക്കുന്ന ചോദ്യം ചെയ്യൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്.